അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ പഠിക്കുന്നത് ടോർക്ക് ആക്ടിംഗ് എന്ന ഡൈപോൾ കെപ്റ്റ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന ടോപ്പിക്കാണ്. അതിന് മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഒന്നാമത്തെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അതിൽ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, പിന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, അടുത്തത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ച് Q is പ്ലസ് ഓർ മൈനസ് എനി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ കൂളംസ് ലോ, ഞാൻ ഇമ്പോർട്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ. കൂളംസ് ലോയ്ക്കകത്ത് F is equal to 1/4πε0 Q1 Q2 by R² എന്ന ഇക്വേഷൻ പഠിച്ചു. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to F/2 അല്ലെങ്കിൽ F is equal to QE. പിന്നെ ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് വിത്ത് എ പോയിന്റ് ചാർജ് an equation E is equal to 1/4πε0 Q by R². പിന്നെ പഠിച്ചത് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഫൈ is equal to E dot dx, ഇന്റഗ്രൽ E dot dx. പിന്നെ ഡൈപോൾ മൊമെന്റ് പറയുന്നത് P is equal to Q into 2A. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ P is equal to Q into 2A. ഡൈപോൾ ആൻഡ് ഡൈപോൾ മൊമെന്റ്. ഇത്ര ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. അടുത്ത ടോപ്പിക്കിലോട്ട് കയറുകയാണ്. ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് ടോർക്ക് എന്താന്ന് പഠിച്ചതാണ്. ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്, അതായത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. ഇത് പറഞ്ഞ പേര് കപ്പിൾ എന്നാണ്. കപ്പിൾ, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. കപ്പിൾ എവിടെ ഉണ്ടോ അവിടെ ടോർക്ക് ഉണ്ടായിരിക്കും, കറക്കം ഉണ്ടായിരിക്കും. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പറഞ്ഞു. അപ്പൊ ഇവിടെ ആ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 1 ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 ഫോഴ്സസ്. 1 ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 ഫോഴ്സസ്. ഇവിടെ ഞാൻ ഡയഗ്രം ശ്രദ്ധിക്കുക. ഇത് AB ഒരു ഡൈപോളാണ്. ഇവിടെ പ്ലസ് Q ആണ്, ഇത് മൈനസ് Q ചാർജ് ആണ്. ഈ ബ്ലാക്ക് ലൈൻ അത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ടുവേഴ്സ് ദിസ് ഡയറക്ഷൻ, ടുവേഴ്സ് റൈറ്റ് ആണ്. അപ്പോൾ A പ്ലസ് Q വിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ പഠിച്ച F is equal to QE. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിച്ചത് F is equal to QE. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് QE along the direction of electric field ആണ്. along the direction of electric field. ഇവിടെ മൈനസ് Q ആക്ട് ചെയ്യുന്ന ഫോഴ്സ് along opposite to this electric field QE towards left ആണ്, towards right ആണ്. അപ്പൊ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ ട്രാൻസ്ലേറ്ററി ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് QE പ്ലസ് മൈനസ് QE അത് 0 എന്ന് വരും. പക്ഷെ അതൊരു കപ്പിള് ഫോം ചെയ്യുന്നുണ്ട്. ആ കപ്പിള് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് മീൻസ് ടേണിംഗ് ഇഫക്റ്റ് ആണ്. ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഒരു കയ്യെ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുവാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കറങ്ങേണ്ടി വരും ഞാൻ. അപ്പൊ അതുപോലെ ആയിരിക്കും ഈ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ഡൈപോൾ ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. ടോർക്കിന്റെ ഞാൻ പറഞ്ഞു ടോർക്ക് ടോയ് ആണ്. ടോ ഈസ് ഈക്വൽ ടു 1 ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു F ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐദർ ഫോഴ്സിൽ QE കൊടുക്കാം. QE ഇൻറ്റു ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ ഡയറക്ഷൻ ആണ്, ഇത് ഇങ്ങോട്ടാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് AC ആണ്. QE ഇൻറ്റു AC. നമ്മൾ ട്രിഗണോമെട്രിക് മാത്സിൽ പഠിച്ചതാണ്. ഒരു ട്രയാങ്കിൾ ABC സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്, അതായത് AC by 2A. or AC is equal to 2A sin theta. 2A sin theta. ഇപ്പൊ അത് അസ്യൂട്ട് ചെയ്യാൻ പോയിക്കോട്ടെ. ടോ is equal to QE into 2A sin theta എന്ന് കിട്ടും. 2A sin theta. പിന്നെ നമുക്കിവിടെ ടോ is equal to Q into 2A ഇൻറ്റു ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് ഈ സൈൻ തീറ്റ എന്ന് എഴുതിയ
നമ്മൾ പഠിച്ചാണ് ഡൈപോൾ മൊമെന്റ് P is equal to Q into 2A. ആ ഫോർമുലേറ്റൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇത് മാറ്റി എഴുതിയാണ്. Q into 2Aക്ക് പകരം P എന്ന് കൊടുക്കാം. ഇത് E ആണ്. PE sin theta. PE sin theta. This is equal to P cross E. P cross E. P എന്ന് വായിക്കരുത്. P cross E. അതൊരു വെക്ടർ പ്രോഡക്റ്റ് ആണ്. P ക്രോസ് E വെക്ടർ പ്രോഡക്റ്റ്. അപ്പൊ ടോർക്ക് ഒരു വെക്ടർ ആണ്, ഡയറക്ഷൻ ഉണ്ട്. ടോ ഈസ് ഈക്വൽ ടു P സൈൻ തീറ്റ അല്ലെങ്കിൽ P ക്രോസ് E. ഇതിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ നോക്കാം. ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ടുവേഴ്സ് ദിസ് ഡയറക്ഷൻ. അത് പാരലായിട്ട് ഉപയോഗിക്കുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇത് ഒരു ഡൈപോൾ ആണ്. ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്. ഡൈപോൾ ആക്സിസ് ഇതാണ്. ഡൈപോൾ ആക്സിസും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അവിടെ തീറ്റ 0 വരും. തീറ്റ 0 ആകുമ്പോൾ സൈൻ 0 ഈസ് ഈക്വൽ ടു 0 ആണ്. സൈൻ 0 0. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു 0. കാര്യം P സൈൻ തീറ്റ ആണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു 0 വരും. ഫോഴ്സ് ആക്ട് റൊട്ടേഷൻ അവിടെ പോസിബിൾ അല്ല. ടോർക്ക് 0 ആണ്. ഞാൻ ഇത് ഇങ്ങനെ വെച്ചു. പെർപെൻഡിക്കുലർ ഡൈപോൾ ആക്സിസ് ഇസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ആണ് വിചാരിക്കുക. പോസിറ്റീവ് ചാർജിൽ ടുവേഴ്സ് എലോങ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് QE. ഇത് ഓപ്പോസിറ്റ് ആണ് QE. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്യുമ്പോൾ അത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ടോർക്ക് അവിടെ ഫോം ചെയ്യും. കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം കാണിച്ചതേ ഉള്ളൂ. ഇത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ടോർക്ക് മാക്സിമം ആണ്. പാരലൽ ടോർക്ക് 0 ആണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഇത് ടോർക്ക് മാക്സിമം ആയിട്ട്. അതിന്റെ ടോർക്കിന്റെ സ്പെഷ്യൽ കേസസ് മുമ്പേ പറഞ്ഞത് തന്നെയാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 0 പാരലലാണെങ്കിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. തീറ്റ ഈക്വൽ ടു 180 എന്ന് വെച്ചാൽ ആന്റി പാരലൽ 180 ആണെങ്കിലും ടോർക്ക് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. തീറ്റ ഇസ് 90 പെർപെൻഡിക്കുലർ ആണെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം ടോമാക്സ് ആണ്. ടോമാക്സ് ഈസ് ഈക്വൽ ടു PE ആണ്. അപ്പൊ ടോമിനി ഇസ് ഈക്വൽ ടു 0. ടോർക്ക് മിനിമം എന്നാണ്. ടോർക്ക് മാക്സിമം, ടോർക്ക് മിനിമം അത് 0 ആയിരിക്കും. ഇനി ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ A ക്രോസ് B ഡയറക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അത് തന്നെയാണ് ഈ ടോർക്കിന്റെ ഡയറക്ഷൻ അത് P ക്രോസ് E ആണ്. ഇത് ഡയറക്ഷൻ ഓഫ് P ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ടോർക്ക് പെർപെൻഡിക്കുലർ ടു ടൈറ്റ് സ്ക്രൂ റൂൾ അനുസരിച്ചാണ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഇത് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്, ഇത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് P ആൻഡ് E ആയിരിക്കും. ഇത് ടോർക്കിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇനി അടുത്തതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈപോൾസ്. മാറ്ററിന്റെ ഇലക്ട്രിക്കൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഡൈപോൾ മൊമെന്റ് വളരെ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്. ഇപ്പൊ ചില മാറ്റർ ഉണ്ടാക്കുന്ന മോളിക്യൂൾസ് കൊണ്ടാണ്. അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഈ പ്രോട്ടോൺസിന്റെ സെന്ററും ഇലക്ട്രോൺ ക്ലൗഡിന്റെ സെന്ററും കോയിൻസൈഡ് ചെയ്തില്ലെങ്കിൽ, സെപ്പറേറ്റ് നിൽക്കുവാണെങ്കിൽ അത് പോളാർ മോളിക്യൂളാണ്. അത് കോയിൻസൈഡ് ഇരിക്കുവാണെങ്കിൽ ന്യൂട്രൽ ആണ്. അത് നോൺ പോളാർ മോളിക്യൂളാണ്. അപ്പൊ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ അതില് പോളാർ മോളിക്യൂൾ ആണെങ്കിൽ അതില് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. നെറ്റ് ഡൈപോൾ മൊമെന്റ് അവിടെ 0 ആയിരിക്കും. പല പല റാൻഡം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് അലൈൻസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും. അപ്പൊ അവിടെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് പോളറൈസേഷൻ. ഡൈപോൾ മൊമെന്റ് അവിടെ ഉണ്ടായിരിക്കും. ആണ് ഈ പ്രോസസ് പറയുന്ന പേരാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിൽ അതിന് 0 ഡൈപോൾ മൊമെന്റ് ആണ്. അത് സെന്റേഴ്സ് പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും സെന്റേഴ്സ് ഒന്നിച്ചു കിടക്കും.
പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. ഇതിന് പറഞ്ഞ പേരാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ്. ഇപ്പൊ ഇൻസുലേറ്റേഴ്സിൽ നമുക്ക് അല്ലെങ്കിൽ നോൺ പോളർ മോളിക്യൂൾസിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് സൃഷ്ടിക്കുവാൻ പറ്റും. എങ്ങനെ? പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഈ നമുക്ക് ഇൻസുലേറ്റേഴ്സ് പെട്ടെന്ന് പോളറൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻസുലേറ്റേഴ്സിനാണ് ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക്സ് അത് ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷെ അത് വെച്ച് ക്യാൻ ബി ഈസിലി പോളറൈസ്ഡ് ആണ്. അതിന്റെ ഉപയോഗം കപ്പാസിറ്ററിലൊക്കെ നമുക്കിത് വളരെ ഉപയോഗങ്ങൾ ഇതിനുണ്ട്. കപ്പാസിറ്ററുകൾ നമുക്ക് പഠിക്കാൻ വരുന്നേ ഉള്ളൂ. ഈ ഡയലക്ട്രിക്സിന് വളരെ ഇമ്പോർട്ടന്റ് റോള് കപ്പാസിറ്റേഴ്സിലുണ്ട്. വാട്ടർ ഒരു പോളർ മോളിക്യൂളാണ്, H2O. പിന്നെ ക്ലോറോഫോം, CH, Cl3, അമോണിയ, NH3, അതെല്ലാം എക്സാമ്പിൾസ് ഓഫ് പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾസ് ആണ്. വാട്ടർ ഒരു പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ക്ലോറോഫോം, CH, Cl3, അതുപോലെ അമോണിയ, NH3, ഇതെല്ലാം പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾസ് ആണ്. അപ്പോൾ ഒരു മാറ്ററിന്റെ ഇലക്ട്രിക്കൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ഡൈപോൾ മൊമെന്റിന് വളരെ ഇമ്പോർട്ടന്റ് റോളാണ്. ഇതാണ് ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അത് പോളാർ മോളിക്യൂളും ഉണ്ട്, നോൺ പോളാർ മോളിക്യൂളും ഉണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് പോളറൈസ് ഡൈപോൾ മൊമെന്റ് സൃഷ്ടിക്കുവാണെങ്കിൽ അത് പോളറൈസേഷൻ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിലാണ്. ഇൻസുലേറ്റേഴ്സിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഇൻഡ്യൂസ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായി എന്ന് പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എ സിസ്റ്റം ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് ചാർജസ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അത് 3 തരത്തിലുണ്ട്: ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ the charges are uniformly distributed along a line. എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ലൈൻ ഇവിടെ വളരെ അടുക്കി ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ലൈനിൽ ഒരു ചെറിയൊരു കോപ്പർ വയറിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അത് നമുക്ക് അറിയേണ്ടത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് Q/L. അപ്പൊ അതിന്റെ യൂണിറ്റ് കൂളോം പെർ മീറ്റർ. അപ്പൊ ലാംഡ ഇസ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അല്ലെങ്കിൽ ലാംഡ ഈക്വൽസ് Q/L. അടുത്ത സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ചാർജസ് ആർ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ട് ഓവർ എ സർഫസ്. ഒരു സർഫസ് ഒരു മെറ്റൽ ഷീറ്റ് ആണ്. സർഫസിൽ മൊത്തം ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ദിസ് ഈസ് സർഫസ്. ക്ലോസ് ആയിട്ട് അത് closely spaced charges over this surface is called surface charge distribution. അതിന്റെ ഇക്വേഷൻ അവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതിന്റെ യൂണിറ്റ് കൂളോം പെർ മീറ്റർ സ്ക്വയർ, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് Q/A. മൂന്നാമത്തെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. The charges are uniformly ഡിസ്ട്രിബ്യൂട്ട് ഓവർ എ സ്പേസ്. ഒരു വെസൽ, ഒരു ക്യൂബിക് റെക്ടാങ്കുലർ ബോക്സോ വല്ലോ, ഇതിൽ ഫുള്ളായിട്ട് ഒരു മെറ്റൽ ബോക്സ് ആണ്, ഫുള്ളായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ചാർജ് പെർ യൂണിറ്റ് വോളിയമാണ് റോ. ചാർജ് പെർ യൂണിറ്റ് റോ ഈസ് ഈക്വൽ ടു Q/V. ഒരു യൂണിറ്റ് കൂളോം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ 3 ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് ലൈൻ ഓഫ് ചാർജ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽസ് Q/L. ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽസ് Q/A. പിന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു Q/V. ഇത്രയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു ഗോസ് തിയറത്തിന്റെ അടുത്ത ഒരു ടോപ്പിക്കാണ്. അത് പ്രത്യേകമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇതിന്റെ ബാക്കിയുള്ള ടോർക്കിനെ ബേസിലുള്ള പ്രോബ്ലംസ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഗോസ് തിയറും അതിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ പ്രൂഫും എല്ലാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആ ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ ഈ ചാപ്റ്റർ തിരികെയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇടുക, ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞു തന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോൾ kept in uniform electric field.
നോട്ട് വായിച്ച് മനസ്സിലാക്കുക.